കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലുമായി പ്രതികൾ. മുൻ ചെയർമാനും INTUC സംസ്ഥാന പ്രസിഡന്റുമായ R. ചന്ദ്രശേഖരൻ, മുൻ MD K. രതീഷ് എന്നിവരാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, എന്തായാലും പ്രോസിക്യൂഷൻ അനുമതി നൽകിയതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീലുമായി പ്രതികൾ എത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ കേസിൽ നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് CBI 3 തവണ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി സർക്കാരിനെ സമീപിച്ചെങ്കിലും പിന്നീട് അതിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തില്ല. അതിനുശേഷമാണ് കഴിഞ്ഞ ജൂലൈ 2-ന് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതിന് ശേഷം ഈ പ്രോസിക്യൂഷൻ അനുമതി സംസ്ഥാന സർക്കാർ നൽകുന്നത്. അതിരൂക്ഷമായ വിമർശനം ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിനെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ അടക്കമുള്ള കേസ് നടപടികളും സ്വീകരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷ് കോടതിയിലെത്തി മാപ്പ് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഇത്തരത്തിൽ അനുമതി നൽകിയുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ഏതായാലും ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഈ 2 പ്രതികൾ K. രതീഷും അതുപോലെ തന്നെ R. ചന്ദ്രശേഖരനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകിയുള്ള ഉത്തരവ് തങ്ങളെ കേൾക്കാതെയാണ് പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം പ്രതികളുടെ. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കശുവണ്ടി വികസന കോർപ്പറേഷൻ കേസുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് ഇറക്കിയിരിക്കുന്ന ഉത്തരവുകളെല്ലാം തന്നെ റദ്ദാക്കണം. ഈ അപ്പീലിൽ ഒരു തീരുമാനമാകുന്നതുവരെ CBIയുടെ തുടർ നടപടികൾ റദ്ദാക്കണം, സ്റ്റേ ചെയ്യണം എന്നീ ആവശ്യങ്ങളും പ്രതികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസ് ഈ ഹർജികൾ ഇന്ന് തന്നെ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാവുന്നതുപോലെ ജൂലൈ 2-നാണ് ആദ്യം ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകിയുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ആ ഉത്തരവിലെ ചില പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് കോടതിയുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഉത്തരവ് ഇറക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിലുണ്ടായിരുന്നു. തുടർന്ന് ഹൈക്കോടതി തന്നെ അതിരൂക്ഷമായ വിമർശനം വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജുവിനെതിരെ ഉന്നയിക്കുകയും ബിജുവിനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. കോടതിയലക്ഷ്യ കേസും കോടതി വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ എടുത്തിരുന്നു. മാപ്പപേക്ഷിച്ചെങ്കിലും അത് കേൾക്കാനും കോടതി തയ്യാറായിരുന്നില്ല. അങ്ങനെ അതിരൂക്ഷമായ വിമർശനങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഈ പ്രോസിക്യൂഷൻ അനുമതിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. ഈ ജൂലൈ 2-ലെ വിവാദമായ ഉത്തരവും പ്രതികൾ ഇതിനൊപ്പം ഈ അപ്പീലിനൊപ്പം ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർ.